ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെറി സോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. അപ്പോൾ ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗാണ്. രണ്ടാഴ്ച നമ്മൾ ദുബായിൽ വന്നപ്പോൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാർബിക്യൂ നൈറ്റിനൊക്കെ പോയ വീഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ദുബായിലത്തെ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്ലേസ് ആണ്. അവിടെ ഫ്രീ എൻട്രിയാണ്. അവിടെ ഒരു സൂക്കൊക്കെ ഉണ്ട്, ഫ്രീ എൻട്രിയാണ്. അപ്പോൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് സൂഖ് മദീന ജുമേരയാണ്. ജുമേരയിലുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്ലേസാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ബുർജുൽ അറബും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഫ്രീ എൻട്രി ആണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലത്തെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല റേറ്റ് ഉണ്ട്. മദീന ജുമേരയിൽ ഈ ബുർജുൽ അറബിൽ താമസിക്കാൻ തന്നെ ഒരു ദിവസം നല്ല പൈസ ഉണ്ട്. അപ്പോൾ ഇതാണ് സൂഖ് മദീന ജുമേരയുടെ എൻട്രൻസ്. ഇവിടെ എൻട്രൻസ് ഫ്രീ ആണ്. ഈ കാറ് നമ്മൾ പോകുമ്പോൾ തന്നെ ഇതിൻ്റെ എൻട്രൻസിലോട്ട് കയറുമ്പോൾ തന്നെ സൈഡിൽ നമുക്ക് ആ ബുർജുൽ അറബും അതിൻ്റെ ബിൽഡിങ്സും കാര്യങ്ങളും പിന്നെ സൈഡിലുള്ള ഹെറിറ്റേജ് പോലത്തെ മ്യൂസിയം പോലത്തെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാം. ആ പഴയ രീതിയിലുള്ള ബിൽഡിങ്സാണ്, അതാണ് അതിൻ്റെ ഭംഗി. പക്ഷേ ലക്ഷറിയാണ്. പഴയ രീതിയിലുള്ള ബിൽഡിങ്സും പക്ഷേ ലക്ഷറി രണ്ടും കൂടിയും ചേർന്നിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ പുറത്തുനിന്ന് ഞങ്ങൾ ബുർജുൽ അറബിൻ്റെ അവിടെ നിന്നിട്ടുള്ള കുറേ ഫാമിലി ഫോട്ടോസും സിംഗിളായിട്ടുള്ള പിക്സൊക്കെ എടുത്തു. അതിനുശേഷം അതിന് താഴോട്ട് ഇറങ്ങി നടക്കണം. സൈഡിലൂടെ ഒരു വഴിയിൽ താഴോട്ട് എന്താ പറയുക, കോർണിഷ് കനാൽ പോലത്തെ സംഭവത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അത് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അവിടെയും യൂറോപ്യൻസ്, ഇവിടെ നമ്മൾ കൂടുതൽ കാണാൻ പറ്റുക ടൂറിസ്റ്റുകളെയാണ്. അല്ലാത്തവരെയും കാണാം. പക്ഷേ ടൂറിസ്റ്റുകൾ മസ്റ്റായിട്ട്, അതായത് നമ്മളിപ്പോൾ ദുബായ് ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് മസ്റ്റ് വിസിറ്റ് ലൊക്കേഷൻ ഒന്നാണ് ബുർജുൽ അറബ്. തീർച്ചയായിട്ടും അവർ ഇങ്ങോട്ട് വരും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഹോട്ടൽസും കാര്യങ്ങളൊക്കെയാണ്. ഇത് വൺ ഡേ നൈറ്റിന് സ്നേഹത്തിന് നല്ലോണം എമൗണ്ട് ഉണ്ട്. അപ്പോൾ ദുബായ് പിന്നെ എന്താ നമ്മൾ പറയുക, ദുബായിൽ വിസയൊക്കെ എടുത്തിട്ട് ട്രാവൽസ് വഴി വിസയൊക്കെ എടുത്തവർക്ക് തീർച്ചയായിട്ടും അവർ കൊണ്ടുവന്ന് കാണിക്കുന്ന ഒരു ലൊക്കേഷനാണിത്. പക്ഷേ അത് കാണേണ്ട ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ. എവിടെ തിരിഞ്ഞാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പകൽ വന്നാലാണ് ഇവിടെ നന്നായിട്ട് ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് സൂക്കിൻ്റെ സൂക്കിൻ്റെ മുൻവശമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഞങ്ങൾ സൂക്കിൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റായി പറയാം, പുറത്ത് 100 ദിർഹംസുള്ള സാധനമാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 200 300 ആവും. അതാണ് ഈ സൂക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങനത്തെ ഏരിയയാണ്, ജുമേരയാണല്ലോ. പിന്നെ അതുമാത്രമല്ല വെറും അധികം ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയയാണ്. അപ്പോൾ നല്ല ആ സൂക്കിനുള്ളൊക്കെ സാധനങ്ങൾക്ക് നല്ല വില ഉണ്ട്. പക്ഷേ ആ സൂക്കൊക്കെ പഴയ രീതിയിലുള്ള അവരുടെ എമറാത്തി കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ബിൽഡിങ്സും അതിൻ്റെ ഉള്ളിലൊക്കെ എമറാത്തി കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. ആ സൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു വഴിയിലോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാവുന്ന കാഴ്ച ഏറ്റവും ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ കുറേ സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോവാം. നമുക്ക് ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഒരു ചെറിയൊരു തടാകം, സൈഡിൽ റെസ്റ്റോറൻറ്റ്സ്, ആളുകൾ ഇന്ന് ഫുഡ് കഴിക്കുന്നു. ഒരു സൈഡിൽ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒരു സൈഡിൽ അവിടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് എമറാത്തി ഹെറിറ്റേജ് അല്ലെങ്കിൽ അവരുടെ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ബിൽഡിങ്സാണ്. പക്ഷേ ഭയങ്കര പൈസയാണ് കേട്ടോ ഇവിടെ എല്ലാ സാധനത്തിനും. വന്ന് കണ്ട് നിങ്ങൾക്ക് ഫോട്ടോസ് വീഡിയോ എടുത്തെടുക്കുക. താമസിക്കണമെങ്കിൽ താമസിക്കാം. ഒരുപാട് യൂറോപ്യൻസ് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിലോട്ടൊക്കെ പോകുന്നത്. ഇതിൻ്റെ ബാക്കിലൊക്കെ വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടൽസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ലക്ഷറി മീറ്റ്സ് എന്ന് എന്താ പറയുക, അതാണ് സംഭവം. ഭയങ്കര ഭംഗിയാണ്. എല്ലാം മാൻമെയ്ഡാണ്. പക്ഷേ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളൊരു 4 മണിക്കൊക്കെ അവിടെ എത്തി. ആ 4 മണിക്ക് 4:30 അവിടെ എത്തി. ഇങ്ങനെ കറങ്ങി നടന്നു. ആ സൺസെറ്റിൻ്റെ സമയത്ത് സൺസെറ്റൊക്കെ അവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയായിട്ട്. ഈ ഡെക്സിൻ്റെ ഇതിൻ്റെ ബിൽഡിങ്സിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇതൊക്കെ എല്ലാം ഫ്രീ എൻട്രിയാണ്. ഈ ഹോട്ടൽസ് ഇതൊക്കെ ഹോട്ടൽസിൻ്റെ ഒരു ഏരിയസാണ്. ഹോട്ടൽസിൽ നിന്ന് ഡയറക്റ്റ് ഈ റെസ്റ്റോറൻറ്റ്സിലേക്കുള്ള കണക്ഷൻസും പാലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇൻ്റർ കണക്ഷൻസൊക്കെ ഉണ്ട്. അതായത് ഹോട്ടൽസിൽ നിന്ന് ഡയറക്റ്റ് സൂക്കിലേക്ക് പോകാനുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. നമ്മളിങ്ങനെ അങ്ങനെ എന്താ പറയുക, ഒരു ഇതിൽ പെട്ട പോലെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് പല ഈ മദീന ജുമേരയുടെ പല ഏരിയയിലോട്ട് തന്നെ നമ്മളെത്തും. അതിൽ ഒരു സൈഡിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള ഇതൊക്കെ ഉള്ളത്. പിന്നെ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽസിൻ്റെ ഏരിയാസാണ് ഇതൊക്കെ. ഇവിടെ സ്പായും ജിമ്മും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോട്ടൽ സ്റ്റേ വരുന്നവർക്ക് സ്പായും ജിമ്മും കാര്യങ്ങളും. ഇത് ട്രഡീഷൻ എമറാത്തിയാണ് ഇവിടെ വരുന്നത്. മുഴുവൻ കൾച്ചർ നമുക്ക് കാണാൻ മൊത്തം യൂറോപ്യൻസ് ടൈപ്സ് കൾച്ചറും അവരാണല്ലോ അധികം വരുന്നത്. അപ്പോൾ ദുബായിൽ വരുന്നവർ മസ്റ്റായിട്ട് കാണേണ്ട ഒരു ലൊക്കേഷനാണ് സൂഖ് മദീന ജുമേര. ഒരിക്കലും മിസ്സാക്കരുത്. ചൂടത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നിവൃത്തി ഉണ്ടാവില്ല, നല്ല ചൂടാവും. ഞങ്ങൾ ആ ബിൽഡിങ്സിൻ്റെ മുകളിലൊക്കെ കയറി ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അങ്ങനെ നടന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ്സിൻ്റെ മുന്നിലെത്തിയത്. കുറേ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാനുണ്ട്. പിന്നെ ആ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ വീണ്ടും സൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അതാ പറഞ്ഞ് സൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് റെസ്റ്റോറൻറ്റ്സിൻ്റെ ആ ഏരിയയിലോട്ടും
അവിടുന്ന് തിരിച്ചും അങ്ങോട്ടൊക്കെ കയറാനുള്ള ഒരുപാട് വഴികളുണ്ട്. ഈ ബിൽഡിങ്സിനെ കുറിച്ച് അറിയാവുന്നവർക്ക് കറക്റ്റായിട്ട് അവർ എത്തിപ്പെടും. അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ പോലെ ഇങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചിങ്ങനെ കറങ്ങേണ്ടി വരുന്നു. സൂക്കിൻ്റെ ഉള്ളിൽ ഭയങ്കര എന്താ പറയുക, എമറാത്തി ട്രഡീഷനും കൾച്ചറൊക്കെ വിളിച്ച് ചോദിക്കുന്ന രീതിയിലുള്ള സൂക്കിനുള്ളിലുള്ള സാധനങ്ങളാണ്. എന്താ പറയുക, അടിപൊളി സാധനങ്ങൾ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല വിലയും ഉണ്ടാവും. നോർമലി ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ട് 200-300 ദിർഹംസൊക്കെ എക്സ്ട്രാ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോപ്സിൽ അത്രയും വാടക കൊടുക്കേണ്ടി വരും. പക്ഷേ എന്താ പറയുക, അടിപൊളി സംഭവങ്ങളാണ്. നടന്ന് കാണാൻ കുറേ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇങ്ങനത്തെ ഇതൊക്കെ സൂക്കും ഒക്കെ സന്ദർശിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഈ ലൈറ്റ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.